സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ ഇന്നും ഒരു മരണം. വയനാട് അട്ടമലയിലുണ്ടായ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. അട്ടമല സ്വദേശി ബാലകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. നാട്ടുകാരുമായി തഹസിൽദാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അർജുൻ PS ചേരുന്നു വിവരങ്ങളുമായി. അർജുൻ, കഴിഞ്ഞ ദിവസവും കാട്ടാനയുടെ ആക്രമണത്തിലൊരു യുവാവ് മരണപ്പെട്ടിരുന്നു. ഇന്നിപ്പോഴിതാ വീണ്ടും കാട്ടാന അതിക്രമത്തിൽ മറ്റൊരു യുവാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. എന്താണ് വിശദാംശങ്ങൾ അർജുൻ? അനിൽ നമ്പ്യാർ, കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു ദാരുണമായ ഒരു സംഭവം ആദ്യം ഉണ്ടാകുന്നത്. മാനു എന്ന് പറയുന്ന യുവാവാണ് മരണപ്പെട്ടത്. ബത്തേരി കടുത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. അതിനുശേഷമാണ് ഇന്ന് രാവിലെ വീണ്ടും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വയനാടിനെ തേടി എത്തുന്നത്. വീണ്ടും ഒരു യുവാവ്, 27 വയസ്സ് മാത്രമുള്ള ഒരു യുവാവാണ് ഇന്ന് കൊല്ലപ്പെട്ടത്. ഇന്നലെ രാത്രിയായിരുന്നു യുവാവ് കൊല്ലപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ താമസ സ്ഥലത്തു നിന്നും പാടിയിലേക്ക്, ഇവരുടെ തൊട്ടപ്പുറത്തുള്ള ഒരു പാടിയുണ്ട്, പാടിയിലേക്ക് വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന്റെ മൃതദേഹം, ഈ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ബാലകൃഷ്ണന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. കാട്ടാന ആക്രമിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ ഫോറസ്റ്റിനെ വിവരമറിയിക്കും. ഫോറസ്റ്റുകാർ ആ സ്ഥലത്തെത്തുകയും ചെയ്തു. പക്ഷേ പ്രധാനമായും നാട്ടുകാർ ഉന്നയിക്കുന്നത് യാതൊരു കാരണവശാലും ഈ മൃതദേഹം ഇവിടുന്ന് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർത്തുന്ന ഒരു സാഹചര്യമാണ് കണ്ടത്. അതേ തുടർന്ന് പിന്നീട് വനംവകുപ്പ് മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ വന്നിരുന്നെങ്കിലും നാട്ടുകാർ പറഞ്ഞിരുന്നത് കളക്ടർ എത്താതെ ഈ മൃതദേഹം പുറത്തെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ മാറ്റാൻ കഴിയില്ല, പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് തഹസിൽദാർ എത്തി ഈ രംഗം ശാന്തമാക്കുകയും തുടർന്ന് ഇവരുമായി സംയമനം പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നീട് മൃതദേഹം കൊണ്ടുപോവുകയുമായിരുന്നു. ഇതിനാൽ തന്നെ നാട്ടുകാരുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് താമസിക്കുന്നവർ ചൂരമല ദുരന്തത്തിന് ശേഷം ഇത്തരത്തിൽ ഈ പ്രദേശത്തൊക്കെയുള്ള ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു മാറ്റിപ്പാർപ്പിക്കുന്നതിനിടയ്ക്കാണ് ഇത്തരത്തിൽ കുറച്ചുപേർ ഈ കാടിനോട് ചേർന്നുള്ള ഭാഗത്ത് താമസമാക്കിയത്. അതായത് വനവാസികളാണ്, അവർ കാടിനോട് ചേർന്നുള്ള ഭാഗത്ത് താമസമാകുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഇവരെ മാറ്റിപ്പാർപ്പിക്കണമെന്നും അവർക്ക് സുരക്ഷിതമായ ഒരു മറ്റൊരു സ്ഥലം സർക്കാർ കണ്ടെത്തുന്നതുമാണ് പ്രധാനമായിട്ടും ഉയർന്നു വന്ന ഒരു ആവശ്യം. പക്ഷെ ആ ഒരു ആവശ്യം ഇതുവരെയും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ തഹസിൽദാർ പറഞ്ഞത് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായമായി ഇപ്പോൾ നൽകും. നമുക്ക് സ്വാഭാവികമായിട്ട് പറയാം, കേന്ദ്ര സർക്കാരിന്റെ പക്കൽ നിന്നും 10 ലക്ഷം രൂപ കിട്ടുന്നുണ്ട്. അതിൽ ഒരു 5 ലക്ഷം രൂപ ആദ്യം തന്നെ ഈ കുടുംബത്തിന് അടിയന്തര സഹായമായി നൽകുമെന്നാണ് പറയുന്നത്. അത് തുടർന്ന് പിന്നീട് 5 ലക്ഷം രൂപ നൽകാമെന്നുള്ള ഒരു വാഗ്ദാനം കൂടി നൽകിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ വർഷമാണ് അജീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇവർക്ക് 4-5 വാഗ്ദാനങ്ങൾ ഇത്തരത്തിൽ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മന്ത്രി അടക്കം വാഗ്ദാനങ്ങൾ നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഈ വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ഇവിടെ നോക്കിക്കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മരണപ്പെട്ട ഈ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മാനുവിനായാലും അല്ലെങ്കിൽ ഇന്ന് മരണപ്പെട്ട ബാലകൃഷ്ണനായാലും ഏത് തരത്തിലാണ് ഇനി ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു അവർക്ക് വീട്ടുകാർക്ക് ആവശ്യത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക, അല്ലെങ്കിൽ അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ ഇങ്ങനെ പണമൊക്കെ വാഗ്ദാനങ്ങൾ ചെയ്ത് പോകുന്നത് സ്ഥിരം ഏർപ്പാടാണ് എന്നുള്ളതാണ് വയനാട്ടുകാരുടെ പ്രധാനമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്. പിന്നീട് ഈ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കില്ല. ആദ്യത്തെ ഒരു ഗഡു ഒരു 4 ലക്ഷമോ 5 ലക്ഷമോ നൽകി പിന്നീട് വീട്ടുകാരെ സംയമനപ്പെടുത്തി പിന്നീട് വീട്ടുകാർ ഈ ബാക്കിയുള്ള തുക ചോദിക്കാൻ ചെല്ലുമ്പോൾ മുട്ടാപ്പോക്ക് ന്യായം പറഞ്ഞ് തിരിച്ചുവിടുകയാണ് ചെയ്യുക. അത് വല്ലാത്ത രീതിയിൽ വയനാട്ടുകാരുടെ മനസ്സിൽ തന്നെ തറച്ചു കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ പ്രതിഷേധം നമുക്ക് കാണുവാൻ സാധിക്കുന്ന പ്രതിഷേധം സൂചിപ്പിക്കുന്നത് തന്നെ. അതായത് നാട്ടുകാർ പറയുന്നത് എപ്പോഴും ഇത്തരത്തിൽ തങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകുക, അല്ലെങ്കിൽ ഇത്തരത്തിൽ പണം നൽകിക്കൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പണം നൽകിക്കൊണ്ട് തങ്ങളെ നിലയ്ക്ക് നിർത്താമെന്ന് കരുതണ്ട എന്നുള്ളതടക്കം ഇന്ന് നാട്ടുകാർ പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. തഹസിൽദാരോട് വലിയ രീതിയിൽ തർക്കിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അവർ സ്വാഭാവികമാണ്, അവർക്ക് പ്രതിഷേധം ഉണ്ടാകും. തങ്ങളുടെ ഒരു കൂടെ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ് മരണപ്പെട്ടത്. അർജുൻ, ഒരു കാര്യം കൂടി. അർജുൻ, ഒരേ ആനയാണോ രണ്ടിടങ്ങളിലും കൊലയാളിയായി മാറിയത്? രണ്ട് സ്ഥലമാണ്. അതായത് ഒന്ന് ബത്തേരിയിലെ നൂൽപ്പുഴ എന്ന് പറയുന്ന സ്ഥലമാണ്. രണ്ടാമത്തേത് എന്ന് പറയുന്നത് കൽപ്പറ്റ മേപ്പാടിക്ക് അടുത്താണ് ഈ അട്ടമല എന്ന് പറയുന്ന സ്ഥലം. ഈ രണ്ടും വ്യത്യസ്തമായ സ്ഥലമാണ്. വ്യത്യസ്തമായ ആനകളാണ് ഇത്തരത്തിൽ രണ്ടുപേരെയും കൊന്നിരിക്കുന്നത്. രണ്ടും വ്യത്യസ്തമായ സ്ഥലങ്ങളാണ്. അത്രയും ദൂരം എന്തിനാൽ തന്നെയും ആനയ്ക്ക് എത്തുവാൻ കഴിയില്ല എന്നുള്ളത് തന്നെ വേണം നമുക്ക് അനുഭവിക്കാൻ. അതുമാത്രമല്ല, ഒരു ദിവസമേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായിട്ടുള്ള ആനകളാണ്
ഈ ആക്രമിച്ചത് എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള വസ്തുത. അവിടെയാണ് പ്രധാനമായിട്ടുള്ള നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുത കൂടിയുള്ളത്. കാരണം ഇത്തരത്തിൽ ആനകൾ നിരവധി സ്ഥലങ്ങളിൽ ഇറങ്ങുന്നു, വിവിധ സ്ഥലങ്ങളിൽ ഇറങ്ങുന്നു. നമുക്ക് വയനാട്ടെ സംബന്ധിച്ചിടത്തോളം അറിയാം, 4 വശവും വനത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് വയനാട് എന്ന് പറയുന്നത്. മാത്രമല്ല കർണാടക, തമിഴ്നാട് തുടങ്ങിയ അതിർത്തികൾ പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ കർണാടക തമിഴ്നാട് അതിർത്തിക്ക് അപ്പുറമുള്ള ആനകൾ അല്ലെങ്കിൽ കടുവകൾ അടക്കം ഈ വയനാട് ജില്ലയിലേക്ക് എത്തുന്നുണ്ട്. കൃത്യമായി ഇതിനെ ട്രാക്ക് ചെയ്യുന്നതിൽ വനം വകുപ്പ് പരാജയപ്പെടുന്നു എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഇതിനു മുൻപ് നമ്മൾ കണ്ടതാണ്, തണ്ണീർക്കൊമ്പൻ വന്നപ്പോൾ കർണാടകയിൽ നിന്ന് വന്നതാണ്. കൃത്യമായി ലൊക്കേഷനൊക്കെ ഉണ്ടായിരുന്ന ആനയാണ്. അതിന്റെ കഴുത്തിൽ കോളർ ഘടിപ്പിച്ചിരുന്നു. അതായത് കൃത്യമായി ഇതിന്റെ സഞ്ചാരപാത മനസ്സിലാക്കാൻ ടെലികോളർ ഘടിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ വനപാലകർക്ക് ഇതിന്റെ ട്രാക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ വസ്തുത. അങ്ങനെയാണ് ഈ ആന പിന്നീട് മാനന്തവാടി ടൗണിൽ അടക്കം എത്തിയത്. അങ്ങനെയെങ്കിൽ വനപാലകർക്ക് അടുത്ത് തന്നെ വലിയ രീതിയിലുള്ള ഒരു വീഴ്ച ഇത് സംബന്ധിച്ചുണ്ട് എന്നുള്ളത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കൃത്യമായ ഫെൻസിംഗ് രീതികൾ അവലംബിക്കാത്തതാണ് പ്രധാനമായും ഇത്തരത്തിൽ ആനകൾ പുറത്തേക്ക് ഇറങ്ങുവാൻ കാരണം. ട്രെഞ്ചിങ്ങുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുഴികൾ സ്ഥാപിക്കുക, വലിയ കുഴികൾ സ്ഥാപിച്ചുകൊണ്ട് ആന പുറത്തേക്ക് വരുന്നത് തടയുക എന്നുള്ളതാണ് പ്രധാനമായും സ്വീകരിക്കേണ്ടത്. അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകണമെന്നാണ് നാട്ടുകാരുടെ പ്രധാനമായിട്ടുള്ള ആവശ്യം. അനിൽ നമ്പ്യാർ. നന്ദി അർജുൻ. സംസ്ഥാനത്ത് കാട്ടാൻ ആക്രമണത്തിൽ ഇന്നും ഒരു മരണം. വയനാട് അട്ടമലയിലുണ്ടായ ആക്രമണത്തിൽ യുവാവ് മരിച്ചു. അട്ടമല സ്വദേശി ബാലകൃഷ്ണനാണ് കൊല്ലപ്പെട്ടത്. നാട്ടുകാരുമായി തഹസിൽദാർ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.